പ്രവീൺ, മൃതദേഹം പുറത്തെടുത്തു കഴിഞ്ഞോ? മൃതദേഹം എന്ന് പറയാൻ ഇപ്പോൾ അസ്ഥിപഞ്ജരം മാത്രമേ ഉള്ളൂ. കാരണം മൃതദേഹം മറവ് ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് 6 മാസം കഴിഞ്ഞിരിക്കുന്നു. ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ അവശിഷ്ടങ്ങൾ മാന്തിയെടുത്ത് പോളിത്തീൻ ബാഗുകളിൽ ശേഖരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൃതദേഹം ആരുടേതാണ് എന്നതിനെപ്പറ്റി എന്തെങ്കിലും തുമ്പ് പോലീസിൽ ലഭിച്ചിട്ടുണ്ടോ? എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന വിവരം? പോലീസ് ആളുകളെ സംഭവ സ്ഥലത്തേക്ക് അടുപ്പിക്കുന്നില്ല. പത്ര റിപ്പോർട്ടർമാരെ പോലും കടത്തിവിടുന്നില്ല. അതിനാൽ നമുക്ക് വിശദമായ വിവരങ്ങളോ ദൃശ്യങ്ങളോ ഒന്നും തന്നെ ലഭ്യമല്ല. എങ്കിലും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മൃതദേഹം യതി എന്ന ആളിൻ്റേതാണെന്ന് പോലീസ് ബലമായി സംശയിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും ഫോറൻസിക് DNA പരിശോധനകൾക്ക് ശേഷമേ അക്കാര്യം ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. നന്ദി പ്രവീൺ. കണ്ട് രണ്ട് കണ്ണ് കഥകിൻ മറവില് നിന്ന്. അല്ല, വാർത്ത ഞാൻ കണ്ടില്ല. ഓഫീസിലെ സുഗതന ഇപ്പൊ വിളിച്ചു പറഞ്ഞേ TV-യിൽ ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടെന്ന്. ആ, ഞാൻ വിളിക്കാം. ആ മോളെ, ആ ന്യൂസ് ചാനൽ ഒന്ന് വെച്ചേ. That one is more about gel coat. കൊല്ലപ്പെട്ടത് യതീന്ദ്രനാണെങ്കിൽ കൊലയാളി ആര് എന്നാണ് ഇനി അറിയാനുള്ളത്. ആദ്യം കൊല്ലപ്പെട്ടു എന്ന് കരുതുകയും പിന്നീട് തിരിച്ചെത്തുകയും ചെയ്ത നരേന്ദ്രൻ തമ്പിയിലേക്കാണ് ഇപ്പോൾ സംശയത്തിന്റെ മുന നീളുന്നത്. രക്ഷപ്പെട്ടതിനു ശേഷമുള്ള 5 മാസക്കാലം നരേന്ദ്രൻ തമ്പി എവിടെയായിരുന്നു എന്നോ എന്തു ചെയ്യുകയായിരുന്നു എന്നോ വിശ്വസനീയമായ തെളിവുകളൊന്നുമില്ല. കൊല്ലപ്പെട്ടത് യതീന്ദ്രനാണോ എന്ന ചോദ്യത്തിനു പോലും അത് DNA പരിശോധനയ്ക്ക് ശേഷമേ പറയാനാവൂ എന്ന ഒഴുക്കൻ മറുപടിയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. എങ്കിലും മൃതദേഹം യതിയുടേത് തന്നെ എന്ന കാര്യം ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് പോലീസ് മുമ്പോട്ട് നീങ്ങുന്നത്. മൃതദേഹം യതീന്ദ്രന്റേതാണെന്ന് തെളിഞ്ഞാൽ നരേന്ദ്രൻ തമ്പിയെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. പോലീസ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന അതാണ്. പക്ഷേ പോലീസ് അതൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. കേരളത്തെ നടുക്കിയ സുകുമാരക്കുറുപ്പ് കേസിന്റെ ഒരു തനിയാവർത്തനമാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. വ്യവസായിയും പ്ലാന്ററുമായ നരേന്ദ്രൻ തമ്പിയുടേതെന്ന് കരുതി ആദ്യം മറവു ചെയ്ത മൃതദേഹം മറ്റൊരാളുടേതാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ട നിലയ്ക്ക് കൊല്ലപ്പെട്ടത് ആരാണ് എന്നതും ഈ ആൾമാറാട്ടത്തിനു പിന്നിലെ ദുരൂഹത എന്ത് എന്നതുമാണ് ഇപ്പോൾ കേരളീയ സമൂഹം ഉറ്റുനോക്കുന്നത്. ഈ സംഭവത്തിന്റെ നാനാവശങ്ങളെ നരേന്ദ്രന് പണി കിട്ടി. തിരിച്ച് അങ്കിളിനും പണി കിട്ടാൻ നോക്കിക്കോണം. പ്രശസ്ത ക്രിമിനോളജിസ്റ്റ് ജേക്കബ് വാരാമുണി, റിട്ടയർഡ് ഫോറൻസിക് പ്രൊഫസർ ഉമാശങ്കർ ദാസ് എന്നിവർ നമ്മളോടൊപ്പം ചേരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മുരളി, തമ്പി ചത്തൂന്ന് കേട്ടപ്പോൾ എനിക്കുണ്ടായതിനേക്കാൾ വലിയ സന്തോഷ ഇപ്പൊ തോന്നുന്നത്. കൊലക്കുറ്റം തമ്പിയുടെ പേരിൽ തന്നെ വരുമല്ലേ മുരളി? ഇല്ലെങ്കിൽ ഞാൻ വരുത്തും. പോലീസിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യിക്കും. പക്ഷേ കോടതി ചെല്ലുമ്പോ കേസ് തോറ്റുപോയാലോ? കൊലപാതകം നടത്തിയത് നരേന്ദ്രൻ തമ്മിയാണെന്നുള്ളതിന് വല്ല തെളിവുണ്ടോ അങ്കിളെ? തെളിവൊക്കെ പോലീസ് ഉണ്ടാക്കൂടി. കള്ളസാക്ഷി പറയാൻ ആളെ വേണമെങ്കിൽ അതിനും പറ്റിയ ആൾക്കാർ എന്റെ പാർട്ടിയിലുണ്ട്. എങ്ങനെയെങ്കിലും തമ്പി ഇത്തവണ അകത്താക്കണം മുരളി. ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായത്. അതൊക്കെ ശരിയാ ചേച്ചി. പക്ഷേ ഇപ്പോ ഇതെന്റെ അഭിമാന പ്രശ്നം. എന്നോട് കൊമ്പ് കോർക്കുന്നതിന് ഞാൻ വേരോടെ പിഴുതു കളയും. പാർട്ടിയിലുള്ള എന്റെ ശത്രുക്കൾക്കും ഇതൊരു പാഠമായി തീരണം. പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെയാ അല്ലെങ്കിലേ? കള്ളത്തരം, വഞ്ചന, തട്ടിപ്പ്, കാലുവാരൽ, കുതുകാലുവെട്ട്. അതൊക്കെ പണ്ടേ ഉള്ളതല്ലടാ. അധികാരം, നിലനിൽപ്പ്, ഇത് രണ്ടുമാണ് പ്രധാനം. ശത്രുവാണെന്ന് തോന്നുന്നവനെ പറ്റുമെങ്കിൽ തച്ച് തകർക്കണം. സാധിക്കാതെ വന്ന ലോഹ്യം നടിച്ച് കൂടെ നിർത്തണം. അത്രേ ഉള്ളൂ. എന്തായാലും പോലീസ് നരേന്ദ്രനെ അറസ്റ്റ് ചെയ്യും അല്ലേ മുരളി? അത് ഉറപ്പല്ലേ? തമ്പിയെ അകത്താക്കിയിട്ട് ഞാൻ അളിയനെ ഹരീഷിനെ പുറത്തിറക്കും. പിന്നെ ജയശീലനെയും ദേവരാനെയും കൂടി ഇറക്കണം. എല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതൊരു ബലമാവും. ഓ, കുഞ്ഞമ്മയുടെ മക്കള് കുറച്ചു കാലം കൂടി ജയിലിൽ കിടന്നാലും വേണ്ടില്ല.
എന്റെ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവർ ചതിയല്ലേ കാണിച്ചത്? കള തമ്പിയെ ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട സുദേശി. അതൊക്കെ ഞാൻ ഏറ്റു. മുരളി, എനിക്കിപ്പൊ തന്നെ നരേന്ദ്രന്റെ വീട്ടിലെത്തണം. അതെന്തിനാ സുദേശി? നരേന്ദ്രനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നതേ എനിക്ക് കണ്ണു നിറയെ കാണണം. പിന്നെ അവളുണ്ടല്ലോ അമ്മു, അവളുടെ മുഖത്ത് നോക്കി എനിക്കൊന്ന് ചിരിക്കണം. എങ്കിലേ എന്റെ മനസ്സൊന്ന് തണുക്കൂ. കുഞ്ഞമ്മേ, കുഞ്ഞമ്മേ, കുഞ്ഞമ്മേ. സുധേ, ആ നീ ഇത് എവിടുന്ന് വരുന്നു? ചന്ദ്രേട്ടന്റെ അടുത്തുനിന്ന്. കുഞ്ഞമ്മ ഒരു വിവരം അറിഞ്ഞോ? മുംബൈന്ന് വന്ന വലിയ ദാദായ്ക്ക് ഉടനെ പണി കിട്ടുന്ന ലക്ഷണ. ഓ, നിങ്ങൾ ആരും TV ന്യൂസ് ഒന്നും കണ്ടില്ലേ? ഇല്ല. നരേന്ദ്രന്റേതെന്ന് പറഞ്ഞ് പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട ശവേ പോലീസ് മാന്തി എടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. അതുകൊണ്ടെന്താ? അത് നരേന്ദ്രന്റെ ശവം അല്ലായിരുന്നല്ലോ, പിന്നെ ആരുടെയാ? യതിയുടെ. ഫുഡെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അദ്ദേഹം ഇപ്പൊ വരും കഴിക്കാൻ. ആ ശവം യതീന്ദ്രന്റേതാണെന്ന് തിരിച്ചറിഞ്ഞാൽ കൊന്നതാരായിരിക്കും? നരേന്ദ്രനോ? അല്ലാതെ പിന്നെ വേറെ ആര്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടൊക്കെ എന്തെങ്കിലും വന്നോട്ടെ. തമ്പിയങ്ങളാണ് കൊന്നെന്നുള്ളതിന് തെളിവില്ലതുണ്ടോ? എന്തിനാ തെളിവ്? പോലീസ് പുഷ്പം പോലെ പറയിക്കില്ലേ? ഇവിടുത്തെ ലോക്കൽ പോലീസ് മാത്രമല്ല കേസ് അന്വേഷിക്കുന്നത്. കണ്ണൂര് പോലീസ്, ബന്ദിപ്പൂര് പോലീസ്, ക്രൈംബ്രാഞ്ച് പോലീസ്. നരേന്ദ്രൻ ഇക്കുറി അഴിയെണ്ണും 3 തരം. പക്ഷെ നരേന്ദ്രന്റെ കയ്യിൽ പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അവൻ കാശ് കൊടുത്ത് കേസിൽ നൂരും. മുരളീകൃഷ്ണനാ മറുപക്ഷത്ത്. അവന്റെ അടുത്താണോ നരേന്ദ്രന്റെ കളി? SP മുതൽ ഹോം മിനിസ്റ്റർ വരെ പിടിപാടുള്ളവനാ. നരേന്ദ്രനെ മുട്ടുകുത്തിച്ചിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞ് രണ്ടും കൽപ്പിച്ച അവൻ. ഓ, എന്തൊരു സന്തോഷം. തിന്നുന്നത് നരേന്ദ്രന്റെ ചോറ് തന്നെയാണല്ലോ ഇപ്പോഴും അമ്മയും മക്കളും. ചുമ്മാതല്ലടി, കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടി ഈട് വെച്ചിട്ടാ. പിന്നെ ബാങ്കിലൊക്കെ പ്രോപ്പർട്ടി ഈട് വെച്ച് ലോൺ എടുത്തവരൊക്കെ ബാങ്ക് മാനേജറുടെ വീട്ടിൽ ചെന്ന് തിന്നും കുടിച്ചും കിടക്കുകയല്ലേ. എടി, നിന്റെ ഈ അഹങ്കാരമൊക്കെ തീരാൻ ഇനി മണിക്കൂറുകൾ മാത്രമുള്ളടി. ചത്തത് എലിയാണെങ്കിൽ ചത്തത് എലിയാണെങ്കിൽ കൊന്നത് പൂച്ച, എല്ലാവർക്കും അതറിയാം. എടി, നെകളിക്കാതെ നിലത്ത് നിക്കടി. ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടാ TVയിലൊക്കെ വരുന്നത്. നരേന്ദ്രൻ തമ്പി കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ഉടൻ അറസ്റ്റ് എന്ന ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടേണ്ട താമസേ ഉള്ളൂ. കുതിരപ്പുറത്തിരുന്ന രാജകുമാരി മൂക്കും കുത്തി താഴെ വീഴാൻ പോവാ. ഞാൻ പോയി ഭക്ഷണം എടുത്തു വെക്കട്ടെ, പിന്നെ വിസ്തരിച്ച് പറയണേ സുധേ. ഓ, കാണാൻ പോകുന്ന പൂരം എന്റെ ഈശ്വര എന്തൊക്കെ ആയിരിക്കും. നോക്കി ദഹിപ്പിക്കല്ലേ, എനിക്ക് പേടി വരുന്നു. എന്തൊക്കെയുണ്ട് നരേന്ദ്ര വിശേഷങ്ങള്? ഓ, എനിക്കെന്ത് വിശേഷം? നിനക്ക് വിശേഷം ഒന്നും ഉണ്ടാവണ്ട നോക്കിക്കോ. കെട്ടിയനെ തട്ടിയോണ്ട് കുറച്ച് സൂക്ഷിക്കേണ്ടി വരും. TV ന്യൂസ് ഒക്കെ കണ്ടു. വീരശൃംഖല കിട്ടുന്ന ലക്ഷണം കാണുന്നുണ്ട്. ഓ, സാർ, DNA ടെസ്റ്റിന്റെ റിപ്പോർട്ട് ഇന്നലെയാണ് കിട്ടിയത്.
മരിച്ചത് യതി തന്നെയാണെന്ന് വ്യക്തമായി തെളിഞ്ഞിട്ടുമുണ്ട്. പിന്നെ തലയ്ക്ക് അടിയേറ്റാണ് മരണമെന്ന് ഫോറൻസിക് സർജൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും നരേന്ദ്രൻ തമ്പിക്കെതിരെ കേസ് ചാർജ് ചെയ്യാൻ ഇത്രയും തെളിവുകൾ മതിയോടോ? യതിയോടൊപ്പം അവസാനമുണ്ടായിരുന്നയാൾ നരേന്ദ്രൻ തമ്പിയായിരുന്നു സാർ. മറ്റാർക്കും കൃത്യം ചെയ്യാൻ അവസരവും ഉണ്ടായിരുന്നില്ല. പക്ഷേ കൃത്യം നടത്താൻ ഒരു മോട്ടീവ് വേണമല്ലോ. കോടീശ്വരനായ നരേന്ദ്രൻ തമ്പി ഒരു സാധാ കൊട്ടേഷൻ കൊണ്ടേ കാടിനുള്ളിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നത് എന്തിനാണ്? കേസ് കോടതിയിലെത്തുമ്പോൾ ഡിഫൻസ് വക്കീലിന്റെ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഉത്തരം പറയണ്ടേ? നരേന്ദ്രൻ തമ്പിയെ കൊല്ലാൻ വേണ്ടി ആരോ ഒരാൾ ഈ യതീന്ദ്രനെ കൊട്ടേഷൻ ഏൽപ്പിച്ചതാണ് സാർ. പക്ഷേ യതിയുടെ ശ്രമം പാളി. തന്നെ കൊല്ലാൻ ശ്രമിച്ച ശത്രുവിനെ നരേന്ദ്രൻ തമ്പി നിഷ്കരുണം വകവരുത്തി. എവിഡൻസ് ഇല്ലാത്തൊരു കേസാണ്. സാഹചര്യ തെളിവുകൾ കൃത്യമായി കൂട്ടിയിണക്കണം. സയന്റിഫിക് എവിഡൻസ് എല്ലാം കൃത്യമായിരിക്കണം. യെസ് സാർ. പ്രതിയെ അറസ്റ്റ് ചെയ്താൽ മാത്രം പോരല്ലോ. കോടതിയിൽ നിന്ന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുത്താലേ പോലീസിന്റെ ജോലി തീരുന്നുള്ളൂ. ഓ സാർ. പിന്നെ സാറിന്റെ അനുവാദമുണ്ടെങ്കിൽ നമുക്കൊരു ഐ വിറ്റ്നസിനെ കണ്ടെത്താം സാർ. കണ്ടെത്താമെന്നോ? എങ്ങനെ? ആരെ? സാർ, ഐ വിറ്റ്നസ് ഇല്ലെന്ന കാരണം കൊണ്ട് കേസ് ദുർബലമായി പോകാതിരിക്കാൻ പോലീസ് സ്വീകരിക്കുന്ന ചില സ്ഥിരം രീതികളുണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ സംഭവ സ്ഥലത്തിന് സമീപത്തുള്ള ആദിവാസി സെറ്റിൽമെന്റിൽ നിന്ന് 1-2 ട്രൈബ്സിനെ ഐ വിറ്റ്നസ്സായി കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഡിഫൻസ് വക്കീൽ ക്രോസിൽ 2 ചോദ്യം ചോദിക്കുമ്പോൾ ഈ ട്രൈബ്സ് ഒക്കെ പതറിപ്പോയില്ലടോ. വിശ്വസിച്ച് നമ്മൾ എങ്ങനെ അവരെ സാക്ഷിക്കൂട്ടിൽ കയറ്റും? നന്നായി ട്രെയിൻ ചെയ്തെടുത്താൽ മതി സാർ. അത് പ്രോസിക്യൂട്ടർമാർ ചെയ്തോളും. എങ്ങനെയായാലും നരേന്ദ്രൻ തമ്പിയെ അകത്താക്കി അടങ്ങുള്ളൂന്ന് തനിക്ക് വാശിയുള്ളതുപോലെ തോന്നുന്നല്ലോ. അയ്യോ ഇല്ല സാർ, നീതി നടക്കണമെന്ന ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. സാർ, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. സാർ, യതിയെ കൊന്നത് നരേന്ദ്രൻ തമ്പിയാവാൻ 1% സാധ്യതയെ ഞാൻ കാണുന്നുള്ളൂ. യതിയുടെ ആക്രമണത്തിൽ നരേന്ദ്രൻ തമ്പിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പ്രത്യാക്രമണത്തിൽ അയാൾ യതിയെ കൊലപ്പെടുത്തി എന്ന് തന്നെ ഇരിക്കട്ടെ, കാട്ടിൽ നിന്ന് യതിയുടെ മൃതദേഹം ചുമന്നുകൊണ്ടുപോയി കാറിലെത്തിക്കാനും 40 കിലോമീറ്റർ അകലെ കബനി നദി കൊണ്ടുപോയി തള്ളാനും ഗുരുതരമായി പരിക്കേറ്റ നരേന്ദ്രൻ തമ്പിക്ക് കഴിയുമോ സാർ? അയാൾക്ക് ആരെങ്കിലും സഹായികൾ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ സഹായികളുണ്ടെങ്കിൽ നരേന്ദ്രൻ തമ്പി ആക്രമിക്കാനും മാരകമായി പരിക്കേൽപ്പിക്കാനും യതിക്ക് സാധിക്കുമായിരുന്നു. അവിടെയാണ് കൽപ്പനയുടെ സാന്നിധ്യം ഞാൻ കാണുന്നത്. നരേന്ദ്രൻ തമ്പിയെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച യതിക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും കൽപ്പനയും സിൽബന്ദികളും എത്തി യതിയെ വകവരുത്തി. പിന്നെ നടന്ന ആൾമാറാട്ടം നമുക്കെല്ലാം അറിയാം. യതിയുടെ ശവം കബനിയിൽ താഴ്ത്തി. എന്നിട്ട് അത് തമ്പിയുടേതെന്ന് വരുത്തി തീർത്തു. അങ്ങനെ സ്വന്തം ഐഡന്റിറ്റി നരേന്ദ്രൻ തമ്പി മറച്ചു വെച്ചുവെങ്കിൽ എന്തിന് 5 മാസം കഴിഞ്ഞ് തിരിച്ചെത്തി? അതോടെയെല്ലാം പൊളിഞ്ഞില്ലേ? അത്രയ്ക്ക് വലിയ വിഡിത്തം ആരെങ്കിലും കാണിക്കുമോ? കൽപ്പനയുമായി നരേന്ദ്രൻ തമ്പി ഇടഞ്ഞതായിരിക്കാൻ കാരണം? സാർ, ഞാൻ എന്തായാലും നരേന്ദ്രൻ തമ്പി അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. കണ്ണൂർ SP-യിൽ നിന്ന് അതിനുള്ള പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. ദെൻ യു ക്യാൻ പ്രൊസീഡ്. ഞാനും ചന്ദ്രഹാസനും ഇതിൽ കക്ഷിയല്ല. കണ്ണൂർ പോലീസിന്റെ കേസ്. ജനങ്ങളോടും മേലധികാരികളോടും ഉത്തരം പറയേണ്ടത് നിങ്ങളാ. എന്നെ കാണാൻ വരേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല. സാറാണല്ലോ എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തന്ന് സഹായിച്ചത്. വേണ്ട ഉപദേശങ്ങൾ തന്നതും സാറാണ്. നരേന്ദ്രൻ തമ്പി അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സാറിനെ നേരിട്ട് വന്നു കണ്ട് അക്കാര്യം പറയേണ്ട കടമയുണ്ടെന്ന് എനിക്ക് തോന്നി. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ മര്യാദ. താങ്ക് യു സാർ. സാറിൻ്റെ സഹകരണം ഇനിയും പ്രതീക്ഷിക്കുന്നു. ഓഫ് കോഴ്സ് സാർ. നിങ്ങൾ വേ കോളിംഗ് ബെൽ അടി. സാർ. കേറി വരണ സാർ, അകത്തോട്ടിരിക്കാം. നിങ്ങളാരാ? നരേന്ദ്ര തമ്പിയുടെ ബന്ധുവാ. നരേന്ദ്രൻ തമ്പി ഇല്ലേ ഇവിടെ? ആ ഉണ്ട് സാർ, എങ്ങും പോയിട്ടില്ല. ഞാൻ വിളിച്ചോണ്ട് വരാം. കേറി ഇരുന്നാട്ടെ.
ബാക്ക് യാർഡിൽ 2 കോൺസ്റ്റബിൾസിനെ നിർത്തണം. അയാൾ പിൻവാതിലൂടെ രക്ഷപ്പെട്ടാലോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാർ. അങ്ങനെ പേടിച്ചോടുന്നൊന്നും അല്ല നരേന്ദ്രൻ തമ്പി. നരേന്ദ്രൻ എവിടെയടി? ഇവിടെയുണ്ട്. എന്താ? ഒന്ന് വിളിക്കേ. എന്തിനാ? കാര്യമൊക്കെ പറയാം. നീ നരേന്ദ്രനെ ഒന്ന് വിളിച്ചേ. കാര്യം പറഞ്ഞിട്ടേ വിളിക്കുന്നുള്ളൂ. നരേന്ദ്രനെ കാണാൻ ചില വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട്. വിരുന്നുകാരോ? ആ, ക്ഷണിച്ചോണ്ട് പോവാൻ വന്നതാണെന്ന് തോന്നുന്നു. ചെറിയമ്മയാ. ആ, എന്താ സുധർമ്മേ? ഞാൻ വന്നതൊരു ശല്യമായി കാണും. എന്നാലും എന്ത് ചെയ്യാനാ, 2ാം മധുവിധമൊക്കെ ഏറെക്കുറെ തീർന്ന ലക്ഷണമാ. വലിയ അലങ്കാര ഭാഷയൊന്നും വേണ്ട. കാര്യം എന്താ പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവും. കണ്ണൂരിൽ നിന്നേ 2 വണ്ടി പോലീസ് വന്നിട്ടുണ്ട്. താഴെ കാത്തു നിൽക്കുക നരേന്ദ്രനെ ഒന്ന് കാണാൻ. പെട്ടെന്ന് താഴോട്ട് വന്നാ അവർക്ക് അത്രയും സന്തോഷമായിരിക്കും. ഒരുപാട് ദൂരേന്ന് വരുന്നതല്ലേ. നീ എന്താടെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? ഞാനിവിടെ വന്ന് വിവരം പറഞ്ഞത് തെറ്റായി പോയോ? ഒരു തെറ്റുമില്ല സുധർമ്മേ. വേഗം താഴെ ചെന്നൊരു കൈകൊട്ടികൾ കൂടി ഏർപ്പാടിയേ. നരേന്ദ്രനെ വിളിക്കാൻ അവര് പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിന് നരേന്ദ്രൻ എന്തിനാ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നേ? പോലീസ് എന്ന് കേട്ടാ ഉടനെ ഞെട്ടുന്നവനല്ല നരേന്ദ്രൻ. 36 കൊല്ലം മുംബൈ കിടന്ന് കള്ളനും പോലീസും കളിച്ച് വളർന്നവനാ. സുധർമ്മ പോയാട്ടെ. ചെന്നവരോട് പറ നരേന്ദ്രൻ ഇപ്പൊ അങ്ങോട്ട് വരുമെന്ന്. ഇങ്ങോട്ട് ദൂത് വന്നതല്ലേ, അങ്ങോട്ട് ചെന്നട്ടെ. വേഗം വരണേ, വൈകിക്കല്ലേ. യതി എന്ന യതിയൻ തന്നെ കൊലപ്പെടുത്തിയത് മിസ്റ്റർ നരേന്ദ്രൻ തമ്പിയാണെന്ന കണ്ണൂർ പോലീസിന്റെ കണ്ടെത്തൽ. ഇദ്ദേഹം നിങ്ങൾക്കെതിരെ അറസ്റ്റ് വാറന്റുമായിട്ട് വന്നിരിക്കുകയാണ്. Hmm.